KSU നേതാവ് അലോഷ്യസ് സേവ്യർ ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ അലോഷ്യസ് സേവ്യർ, ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? എവിടെയാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്? കാരണം 5 വിദ്യാർത്ഥികളാണ് അതിക്രൂര റാഗിങ്, പറഞ്ഞാൽ അറയ്ക്കുന്ന രീതിയിൽ, നമുക്ക് പറയാൻ പോലും തോന്നിപ്പിക്കാത്ത പ്രാകൃതമായ അങ്ങേയറ്റത്തെ റാഗിങ് ആണ് നടത്തിയിരിക്കുന്നത്. അലോഷ്യസിന് മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഈ സംഭവത്തെക്കുറിച്ച് അലോഷ്യസ് വിവരങ്ങൾ തേടിയോ? തീർച്ചയായിട്ടും ഇത്തരം വാർത്തകൾ നമുക്ക് കേരളീയ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ, കാരണം ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ, നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു റാഗിംഗ് നടത്തുക. നമുക്കറിയാം, വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി മരണത്തിലേക്ക് പോയ ഒരു സാഹചര്യം നമുക്കറിയാം. നിരന്തരമായ റാഗിങ്ങിന് ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടെങ്കിലും കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള റാഗിങ്ങുകൾക്കെല്ലാം ഒരു ശമനം വരും എന്ന് നമ്മൾ കരുതിയതാണ്. എന്നാൽ ഇത് വളരെ പ്രാകൃതമായിട്ടുള്ള രീതിയിൽ അത് തുടരെ അത് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ റാഗിങ്ങിന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥികൾ വലിയ രീതിക്ക് ലഹരിക്ക് അടിമകളായ വിദ്യാർത്ഥികളാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ള നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായത്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത് റാഗിങ്ങിനോടൊപ്പം തന്നെ ഇവര് ആഴ്ചപ്പടി, ഈ ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്നും ആഴ്ചകളിൽ ഒരു വലിയ തുക പിരിച്ചെടുക്കുന്ന ഒരു രീതി കൂടി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർക്ക് മദ്യപിക്കാൻ അല്ലെങ്കിൽ മറ്റ് മാസമായി എന്ന് നമ്മൾ അറിയുന്നു. അപ്പം സ്വാഭാവികമായും ഈ 3 മാസം എന്തുകൊണ്ട് ഇവരുടെ ഈ പീഡനമേറ്റ ഈ കുടുംബക്കാർ കഷ്ടപ്പെട്ട് അയക്കുന്ന പണമൊക്കെ പിരിച്ചെടുക്കുന്നു? എന്നിട്ട് പോലും ഇവർക്ക് ഈ ഒരു ധൈര്യം എന്തുകൊണ്ടായിരിക്കും കുടുംബത്തോട് പറയാൻ പോലും? ഇപ്പൊ നമ്മളൊരു രക്ഷിതാവിനോട് സംസാരിക്കുകയായിരുന്നു. രക്ഷിതാവിനോട്, സ്വന്തം അച്ഛനോടും അമ്മയോട് പോലും അവർ അനുഭവിക്കുന്ന പ്രയാസം പങ്കുവെക്കാൻ ആ ഒരു ധൈര്യമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കുട്ടികൾക്ക്? തീർച്ചയായിട്ടും ആ വിഷയം തന്നെയാണ് നമ്മൾ ഗൗരവകരമായി നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ പല കേസുകളിലും റാഗിങ്ങിന്റെ നിരന്തരമായിട്ടുള്ള കഥകൾ കേരളത്തിലെ പല ക്യാമ്പസുകളിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോഴും ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നൊരു പ്രതിരോധം, അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അടുത്ത് അറിയിക്കുന്ന ഒരു തരത്തിലുണ്ടായി കഴിഞ്ഞാൽ വലിയ അനർത്ഥങ്ങൾ അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷെ ഞാനിതിൽ മനസ്സിലാക്കുന്നത് ഒരു സിസ്റ്റമിക് സപ്പോർട്ട്, റാഗിങ് നടക്കുന്ന ഈ ബഹുഭൂരിപക്ഷം വരുന്ന ക്യാമ്പസുകളിലും അവിടുത്തെ ഒരു സിസ്റ്റമിക് സപ്പോർട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ റാഗിങ് നടക്കുമ്പോൾ ആന്റി റാഗിങ് സെല്ലൊക്കെ ഉണ്ടല്ലോ ശ്രീ അലോഷ്യസ്, ആന്റി റാഗിങ് സെല്ലുണ്ട്, പറയാനുള്ള തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് അവർ ആ ആന്റി റാഗിങ് സെല്ലിനെയോ മറ്റും ഒന്നും ഉയർത്തിക്കൊണ്ട് വരുന്നില്ല എന്നതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. തുടർന്നും ഒരു ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള റാഗിങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം നമ്മൾ അലോഷ്യസ് ഇപ്പൊ ഈ 5 പേരെയും സസ്പെൻഡ് ചെയ്തു, ഡിസ്മിസ് ചെയ്തിട്ടില്ല. ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ ഇപ്പം ഈ പിടിയിലായിരിക്കുന്ന ഈ 5 പേര് 3-ാം വർഷം നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. നമ്മുടെ നഴ്സുമാരെ കുറിച്ച് പറയുന്ന ചില വാചകങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തിന് സമാനമായാണ് നമ്മൾ അവരെ കാണുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും നമ്മൾ ഒരു മുറിവേറ്റ് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ നമ്മളെ പരിചരിക്കേണ്ട, നമ്മുടെ മുറിവുകളിൽ മരുന്ന് വെക്കേണ്ട ആളുകളാണ്. അവരാണ് ഇങ്ങനെ ശരീരം വരഞ്ഞ് കീറി മുറിക്കുന്നത്. അല്ല, അത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഒരു സാധാരണ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരു സാധാരണ കോളേജിലെ വിദ്യാർത്ഥികൾ ചെയ്യുന്ന തരത്തിലുള്ള റാഗിങ് അല്ല അവിടെ നടന്നിരിക്കുന്നത്. അതായത് അത് തന്നെയാണ് ഞാൻ എൻ്റെ വാദത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. അവർ വലിയ രീതിക്ക്, എന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ വലിയ രീതിക്ക് ലഹരിക്ക് അടിമകളായിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നാണ് നമുക്ക് എല്ലാം പരിശോധിക്കണം.